ബോസ്റ്റണിലെ ഫസ്റ്റ് സർക്യൂട്ട് കോർട്ട് ഓഫ് അപ്പീൽസ് 2025 ഒക്ടോബർ 3 ഒരു പ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് ഈ കോടതി തള്ളി. ജനനത്തിലൂടെ ലഭിക്കുന്ന പൗരത്വം വെട്ടിച്ചുരുക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ ഉത്തരവ്. ഈ വിവാദപരമായ നയത്തിനെതിരെ വിധി പുറപ്പെടുവിക്കുന്ന രണ്ടാമത്തെ ഫെഡറൽ അപ്പീൽസ് കോടതിയാണിത്. 3 ജഡ്ജിമാരടങ്ങിയ ബെഞ്ച് ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് രാജ്യത്തുടനീളം നടപ്പിലാക്കുന്നത് തടയുന്നതിനുള്ള ഉത്തരവുകൾ ശരിവെക്കുകയായിരുന്നു. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയ ആദ്യ ദിവസം, അതായത് 2025 ജനുവരി 20-നാണ് ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറത്തിറക്കിയത്. അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നിഷേധിക്കാൻ ഫെഡറൽ ഏജൻസികൾക്ക് ഈ ഉത്തരവ് നിർദ്ദേശം നൽകി. കുട്ടിയുടെ മാതാപിതാക്കളിൽ ഒരാൾ അമേരിക്കൻ പൗരനോ അല്ലെങ്കിൽ നിയമപരമായ സ്ഥിരതാമസക്കാരനോ അല്ലെങ്കിൽ മാത്രമാണ് ഈ നിഷേധം. 14-ാം ഭേദഗതി പ്രകാരം 150 വർഷത്തിലേറെയായി അമേരിക്കയിൽ അംഗീകരിച്ചിട്ടുള്ള ജന്മാവകാശ പൗരത്വം എന്ന തത്വത്തിന് ഈ ഉത്തരവ് ഒരു വലിയ വെല്ലുവിളിയാണ്. ജനനത്തിലൂടെയുള്ള പൗരത്വത്തിന്റെ നിയമപരമായ അടിസ്ഥാനം 1868 അംഗീകരിച്ച 14-ാമത് ഭേദഗതിയാണ്. ഈ ഭേദഗതി പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയിൽ ജനിക്കുകയോ സ്വാഭാവിക പൗരത്വം നേടുകയോ ചെയ്യുന്ന എല്ലാ വ്യക്തികളും അവിടുത്തെ അധികാര പരിധിക്ക് വിധേയമായി അമേരിക്കയുടെയും അവർ താമസിക്കുന്ന സംസ്ഥാനത്തിന്റെയും പൗരന്മാരാണ്. 1857-ലെ ഡ്രെഡ് സ്കോട്ട് വേഴ്സസ് സാൻഫോർഡ് കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി റദ്ദാക്കാൻ വേണ്ടിയാണ് ഈ ഭേദഗതി പ്രത്യേകം രൂപകൽപ്പന ചെയ്തത്. ആ വിധി അടിമകളോ സ്വതന്ത്രരോ ആയ ആഫ്രിക്കൻ അമേരിക്കക്കാർക്ക് പൗരത്വം അവകാശങ്ങൾ നിഷേധിച്ചിരുന്നു. 1898-ലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേഴ്സസ് വോങ് കിം ആർക്ക് എന്ന സുപ്രീം കോടതി കേസ് ഈ ഭരണഘടനാ തത്വത്തെ കൂടുതൽ ഉറപ്പിക്കുകയായിരുന്നു. കുടിയേറ്റക്കാരായ മാതാപിതാക്കൾക്ക് അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുടെ കുടിയേറ്റ നില പരിഗണിക്കാതെ പൗരത്വം ലഭിക്കുമെന്ന് ഈ കേസ് സ്ഥാപിച്ചു. വോങ് കിം ആർക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ ചൈനീസ് മാതാപിതാക്കൾക്ക് ജനിച്ചയാളാണ്. ചൈന സന്ദർശിച്ച ശേഷം അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് തിരികെ പ്രവേശനം നിഷേധിച്ചു. 14-ാം ഭേദഗതി പ്രകാരം അദ്ദേഹം ഒരു അമേരിക്കൻ പൗരനാണെന്ന് സുപ്രീം കോടതി 6-2 എന്ന ഭൂരിപക്ഷത്തിൽ വിധിക്കുകയായിരുന്നു. ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരായ കോടതി വിധികൾ വളരെ ശക്തമായിരുന്നു. ഫസ്റ്റ് സർക്യൂട്ട് കോടതിയുടെ 100 പേജുള്ള വിധി എക്സിക്യൂട്ടീവ് ഉത്തരവിനെ ശക്തമായി അപലപിച്ചു. ചീഫ് ജഡ്ജി ഡേവിഡ് ബാരൺ ഇങ്ങനെ എഴുതി: ജനത്തിലൂടെയുള്ള പൗരത്വം നിയന്ത്രിക്കാനുള്ള നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രപരമായ ശ്രമങ്ങൾ ആഭ്യന്തര യുദ്ധത്തിന് ഒരു ദശാബ്ദം മുമ്പുള്ള ഡ്രെഡ് സ്കോട്ട് മുതൽ വോങ് കിം ആർക്ക് കേസിൽ ചൈനീസ് എക്സ്ക്ലൂഷൻ ആക്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചതുവരെ അഭിമാനകരമായിരുന്നില്ല. ഈ ചരിത്രപരമായ ശ്രമങ്ങൾ ഒരിക്കൽ 1868 ഭരണഘടനാ ഭേദഗതിയിലൂടെ ജനങ്ങളും പിന്നീട് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം അതേ ഭേദഗതിയെ ആശ്രയിച്ച് കോടതിയും തള്ളിക്കളഞ്ഞെന്നും കോടതി ഊന്നി പറഞ്ഞു. ഈ വിധിക്ക് മുമ്പ് 2025 ജൂലൈയിൽ സാൻ ഫ്രാൻസിസ്കോയിലെ 9th സർക്യൂട്ട് കോർട്ട് ഓഫ് അപ്പീൽസും സമാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ട്രംപിന്റെ ഉത്തരവ് തടഞ്ഞുകൊണ്ടുള്ള ഒരു രാജ്യവ്യാപക ഉത്തരവ് അവരും ശരിവെച്ചു. 14-ാം ഭേദഗതിയിലെ പൗരത്വ വ്യവസ്ഥയുടെ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ ഈ വിധി പുറപ്പെടുവിച്ചത്. മൊത്തത്തിൽ ജൂൺ മുതൽ 5 ഫെഡറൽ കോടതികൾ പ്രസിഡന്റ് ജനനത്തിലൂടെയുള്ള പൗരത്വ നിർദ്ദേശം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയോ ശരിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി അപ്പീൽ സംബന്ധിച്ച വിവരങ്ങൾ ഇങ്ങനെയാണ്: ട്രംപ് ഭരണകൂടം ഈ എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ ഭരണഘടനാപരമായ സാധ്യത പരിശോധിക്കാൻ US സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് 2 വ്യത്യസ്ത കേസുകളിലാണ്. US സോളിസിറ്റർ ജനറൽ ഡി ജോൺ സോയൽ കോടതിയിൽ ഇങ്ങനെ പറഞ്ഞു: US മണ്ണിൽ ജനിക്കുന്നത് US നിയമത്തിന്റെ നിയന്ത്രണ പരിധിയിലുള്ള ആർക്കും പൗരത്വം നൽകുന്നു എന്ന തെറ്റിദ്ധാരണ വ്യാപകമായി. അത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ജനനത്തിലൂടെയുള്ള പൗരത്വത്തെക്കുറിച്ചുള്ള നിയമപരമായ തർക്കം സുപ്രീം കോടതിയിൽ എത്തുന്നത് ഇത് 2ാം തവണയാണ്. ട്രംപിന്റെ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള ഫെഡറൽ ജഡ്ജിമാരുടെ അധികാരം പരിമിതപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ജനനത്തിലൂടെയുള്ള പൗരത്വ ഉത്തരവിന്റെ യോഗ്യതകളെക്കുറിച്ച് അന്ന് കോടതി വിധി പറഞ്ഞിരുന്നില്ല. ഭരണകൂടത്തിന്റെ പ്രതികരണം വൈറ്റ് ഹൗസ് വക്താവ് അബിഗേൽ ജാക്സൺ അറിയിച്ചു. കോടതി 14-ാം ഭേദഗതിയെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് അവർ പറഞ്ഞത്. സുപ്രീം കോടതി ഞങ്ങളെ ശരിവെക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. 14-ാം ഭേദഗതിയിലെ അവിടുത്തെ അധികാരപരിധിക്ക് വിധേയമായി എന്ന വാചകം രാജ്യത്ത് നിയമപരമായി അല്ലെങ്കിൽ സ്ഥിരമായി താമസിക്കാത്തവരുടെ കുട്ടികൾക്ക് ഇത് ബാധകമല്ലെന്ന് സൂചിപ്പിക്കുന്നുവെന്നാണ് ഭരണകൂടം വാദിക്കുന്നത്. നിയമപരവും ഭരണഘടനാപരവുമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെ നിരവധി വെല്ലുവിളികൾക്ക് നേതൃത്വം നൽകിയ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഈ വിധിയെ പ്രശംസിച്ചു. ACLU ഡെപ്യൂട്ടി ഡയറക്ടർ കോഡി വോഫ്സി പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രസിഡന്റ് ട്രംപിന്റെ ജനനത്തിലൂടെയുള്ള പൗരത്വം അവസാനിപ്പിക്കാനുള്ള ഭരണഘടനാ വിരുദ്ധമായ ശ്രമങ്ങൾക്കെതിരായ ഏറ്റവും പുതിയ തിരിച്ചടിയാണ് ഈ വിധി. വാസ്തവത്തിൽ ഒരു ജഡ്ജിയും ഭരണകൂടത്തിന്റെ തെറ്റായ വാദങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നാണ്. ട്രംപിന്റെ ഉത്തരവ് 14-ാം ഭേദഗതിയിലെ പൗരത്വ വ്യവസ്ഥയ്ക്കും ജനനത്തിലൂടെയുള്ള പൗരത്വം ഫെഡറൽ നിയമവുമായി ക്രോഡീകരിക്കുന്ന ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെക്ഷൻ 1401A ക്കും വിരുദ്ധമാണെന്ന് കോടതികൾ സ്ഥിരമായി കണ്ടെത്തിയിട്ടുണ്ട്.
നിരവധി ഫെഡറൽ കോടതികൾ എക്സിക്യൂട്ടീവ് ഉത്തരവ് തള്ളിക്കളയുകയും ട്രംപ് ഭരണകൂടത്തിന്റെ അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അമേരിക്കയിലെ ജനനത്തിലൂടെയുള്ള പൗരത്വത്തിന്റെ അന്തിമ വിധി ഇപ്പോൾ രാജ്യത്തെ പരമോന്നത കോടതിയുടെ കൈകളിലാണ്. ആഭ്യന്തര യുദ്ധത്തിന് ശേഷം സ്ഥാപിതമായതും 150 വർഷത്തിലേറെയായി നിലനിർത്തിപ്പോരുന്നതുമായ ഈ അടിസ്ഥാനപരമായ അമേരിക്കൻ പൗരത്വ തത്വം US മണ്ണിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം ഉറപ്പു നൽകുന്നത് തുടരുമോ എന്ന സുപ്രീം കോടതിയുടെ തീരുമാനം നിർണ്ണയിക്കും.